അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ചാനലിൽ കൂടി ഇടുന്ന വീഡിയോ നിങ്ങളെ സന്തോഷിപ്പിക്കാനോ നിങ്ങളെ ചിരിപ്പിക്കാനോ നമുക്ക് സാധിക്കാറില്ല. നമ്മൾ അങ്ങനെയുള്ള വാർത്തകളല്ല നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. സങ്കടപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് കുടുംബങ്ങളുടെ വേദനയാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. അതുകൊണ്ട് തന്നെ സന്തോഷിക്കാനുള്ള വക ഈ ഒരു ചാനലിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളുടെയൊക്കെ മനം നൊന്തുള്ള ആ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് കുടുംബകഥകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. ഞാൻ സഞ്ചരിച്ച വഴികളിലെ കല്ലും കരടുമാണ് വേർതിരിച്ച് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചത്. അതുകൊണ്ട് സന്തോഷവും നേരം പോക്കുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോ കാണേണ്ടതില്ല. നൊമ്പരപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമായ പല വിഷയങ്ങളാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നത്. ചിലർക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത വാർത്തകൾ നമ്മൾ ഇതിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും ഒരുപാട് വിഷമത്തിലാണ്. കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ ഇതുപോലുള്ള നിരവധി വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത്. ദുആ ചെയ്യണം. പെട്ടെന്നൊന്നും സഹിക്കാൻ പറ്റാത്ത വാർത്തയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു തങ്കക്കുടം പോലുള്ള ഈ ഒരു പൊന്നുമോൻ്റെ മരണം. ഈ പൊന്നുമോന് എങ്ങനെയാണ് മരണപ്പെട്ടത്? മുറ്റത്ത് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ ഈ ഒരു പൊന്നുമോന് കല്ല് വിഴുങ്ങിപ്പോയി. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആ പൊന്നുമോന് റബ്ബിലേക്ക് മടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര വേദനിപ്പിക്കുന്ന വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു വേദനിപ്പിക്കുന്ന സംഭവം ആ കുടുംബത്തിൽ നടക്കുമ്പോൾ ആളുകൾക്കൊക്കെ പലതും പറയാനുണ്ടാകും. ശ്രദ്ധിക്കണ്ടേ എന്ന്. ആരും മക്കളെ ശ്രദ്ധിക്കാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമോ നമ്മുടെ മക്കളെ? തീർച്ചയായും ശ്രദ്ധിക്കും. ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കും? ആ മാതാപിതാക്കളെ എങ്ങനെ പറഞ്ഞ് നമ്മളൊക്കെ സമാധാനിപ്പിക്കും? നമ്മളൊന്നും പറഞ്ഞാൽ അവർക്കൊരിക്കലും സമാധാനം കിട്ടുകയില്ല. ദുആ ചെയ്യണം പടച്ചറബിനോട് അവർക്ക് സമാധാനം കിട്ടാൻ. മരണപ്പെട്ടവർ പടച്ചറബിലേക്ക് മടങ്ങി. അവർ പോയിരിക്കുന്നത് പടച്ചറബിലേക്കാണ്. നമ്മളൊക്കെ കണ്ണിൽ എണ്ണൊഴിച്ച് മക്കളെ നോക്കാറുണ്ട്. എല്ലാ മാതാപിതാക്കളും മക്കളെ നോക്കുന്നത് കണ്ണിൽ എണ്ണൊഴിച്ചുകൊണ്ടാണ്. അവരുടെ കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ എന്ന് നോക്കിയാണ് നമ്മളൊക്കെ എന്നും പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരിക്കും മക്കൾ ഇതുപോലുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്. നമ്മളൊക്കെ എങ്ങനെ നോക്കിയാലും ചെറിയൊരു അശ്രദ്ധ, ആ ഒരു അശ്രദ്ധയിൽ ആ മക്കൾ കാണിക്കുന്ന കുസൃതി, ആ ഒരു കുസൃതിയിലാണ് ഈ പൊന്നുമോന് മരണപ്പെട്ടു പോയത്. ഇതുപോലെ ഒരുപാട് 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 മരണങ്ങൾ നടന്നിട്ടുണ്ട്. കുപ്പിയുടെ അടുപ്പ് വിഴിഞ്ഞും എൻ്റെ കുടുംബത്തിൽ തന്നെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. നമ്മളൊക്കെ എങ്ങനെ നോക്കിയാലും സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. അതും പറഞ്ഞ് ആ കുടുംബത്തെ വേദനിപ്പിക്കാതിരിക്കുക. ആരും കുഞ്ഞുങ്ങളെ, ഒരു മാതാപിതാക്കളും മക്കളെ നോക്കാതിരിക്കില്ല. ഞാൻ പറയാറുണ്ട്, മക്കൾക്ക് വേണ്ടി നമ്മുടെ ഒരു കണ്ണല്ല 2 കണ്ണും മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന്. ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ബാക്കിയൊക്കെ പടച്ചറബിൻ്റെ വിധിയാണ്. ഇന്ന് എല്ലാ ദിവസവും ഇതുപോലുള്ള വാർത്തകളെ കേൾക്കാനുള്ളൂ. മക്കളുടെ മരണം. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ടായിരുന്നു ചെറിയ 4 മക്കൾ അബദ്ധത്തിൽ മരണപ്പെട്ടു പോയത്. ഇപ്പോൾ മക്കൾ മരണപ്പെടുന്നത് അബദ്ധത്തിലും അപകടത്തിലും പെട്ടാണ്. അതിനുവേണ്ടി എല്ലാവരും മക്കൾക്ക് 5 നേരവും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. നിസ്കാരപ്പായിൽ നിന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ സംരക്ഷണ വലയം അവരിൽ തീർച്ചയായും ഉണ്ടാകും. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ചെറിയ മക്കളാണ്. കണ്ണ് തെറ്റിയാൽ അവരെന്താണ് കാട്ടിക്കൂട്ടുക എന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയില്ല. അവർ കാട്ടുന്നത് കുസൃതിയായിരിക്കാം. പക്ഷെ ആ കുസൃതിയിലൂടെ ഉണ്ടാകുന്നത് വലിയൊരു ദുരന്തമാണ്, വലിയൊരു നഷ്ടമാണ്. തീരാ കണ്ണീരായിരിക്കുകയാണ് ആ കുടുംബം. മക്കൾ മരണപ്പെട്ട ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ നമുക്കറിയാവുന്നതാണ്, നമ്മൾ കണ്ടതാണ്. കാലം ഒരുപാടായിട്ടും ആ ഒരു കണ്ണീരിൽ, ആ ഒരു വേദനയിൽ കഴിയുന്ന എത്രയെത്ര കുടുംബങ്ങളുണ്ട്. പടച്ചറബേ, ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. മലപ്പുറം ചങ്ങരംകുളത്താണ് സംഭവം നടന്നിരിക്കുന്നത്. വീട്ടിലെ മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ പൊന്നുമോന്. ഇതിനിടെ അബദ്ധത്തിൽ ആ കുഞ്ഞ് കല്ല് വാരി വിഴുങ്ങുകയായിരുന്നു. ഉടനെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചു. പിന്നീട് നില ഗുരുതരമായതോടുകൂടി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. രാത്രിയോടെ മരണം സംഭവിക്കുകയും ചെയ്തു. ഒരു കുടുംബത്തിലെ കളിയും ചിരിയും മാഞ്ഞുപോയി ഒരു നിമിഷം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ചെറിയൊരു അശ്രദ്ധ വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. കൺമുന്നിൽ വെച്ച് ഉമ്മ പിടഞ്ഞു വീഴുമ്പോൾ ആ ചെറിയ കുഞ്ഞു മക്കൾക്ക് നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പാവം മക്കൾ. സ്വന്തം ഉമ്മ ചോരയിൽ കുളിച്ച് വീഴുന്നത് കണ്ട മക്കൾ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു,
ലഹരിയുടെ ആ ഒരു ആസക്തി, കുടുംബത്തെ നശിപ്പിക്കുന്ന ആ മഹാമാരി. അധികവും നമ്മൾ പറഞ്ഞിരിക്കുന്നത് മക്കളുടെ കൊടും ക്രൂരതയായിരുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട്. ഇന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നമ്മളെ സംരക്ഷിക്കേണ്ട, നമ്മളെ നോക്കേണ്ട നമ്മുടെ ആ കരങ്ങൾ തന്നെ നമ്മുടെ കാലനായി വന്നിരിക്കുകയാണ്. ഉപ്പ, സ്വന്തം പിതാവ്, സ്വന്തം ഭർത്താവ്. കോഴിക്കോട് ഫറോക്കിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു. ഈ ദമ്പതികൾക്ക് 6ഉം 2ഉം വയസ്സുള്ള 2 ചെറിയ പെൺമക്കളായിരുന്നു. ലഹരിക്കടിമപ്പെട്ട ഉപദ്രവകാരിയായ ഭർത്താവ്. മുനീറ എന്നാണ് ഈ പാവം വീട്ടമ്മയുടെ പേര്. വളരെ കഷ്ടപ്പെട്ടായിരുന്നു ആ കുടുംബം നോക്കുന്നത്. അതും ഈ സ്ത്രീയാണ് ഈ കുടുംബം നോക്കുന്നത്. ഭർത്താവാണെങ്കിൽ ലഹരിക്കടിമപ്പെട്ട ഭർത്താവ്, 2 ചെറിയ പെൺമക്കൾ. എന്തോ ഒരു ജീവിതമായിരിക്കും ആ കുടുംബത്തിൽ, എന്തോ ഒരു കഷ്ടപ്പാടായിരിക്കും ആ കുടുംബത്തിൽ. എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടാവും ആ പാവം സ്ത്രീ. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ? ഓരോ കുടുംബത്തിലെയും വേദനയാണ് നമ്മൾ ഈ ചാനലിൽ കൂടി നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. നമ്മളറിയാത്ത വിഷയങ്ങൾ, നമുക്കറിയാത്ത ആളുകൾ, എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ. ലഹരിക്കടിമപ്പെട്ട് എല്ലാ വൃത്തികേടുകളും കാണിക്കുന്ന ഒരു ഭർത്താവ് 2 കുഞ്ഞുങ്ങളെയും ഉണ്ടാക്കി കൊടുത്തു. പാവം ആ സ്ത്രീ കുടുംബം നോക്കാൻ പെടുന്ന പെടാപ്പാട്. ആ സ്ത്രീ ജോലിക്ക് പോയിട്ടായിരുന്നു ഈ കുടുംബം നോക്കുന്നത്. ആ സ്ത്രീ വിചാരിക്കുന്നുണ്ടാവൂലേ, പടച്ചറബ്ബേ എന്തിനാണ് എനിക്ക് ഈ ജീവിതം തന്നതെന്ന്. പാവം ആ മക്കൾക്ക് വേണ്ടിയായിരുന്നു ആ സ്ത്രീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മക്കൾ ഇന്ന് അനാഥരായില്ലേ. പടച്ചറബ്ബേ, ഇതുപോലൊരു വിധി ഒരു ഉമ്മത്തീങ്ങൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. നമ്മുടെ ഉമ്മത്തീങ്ങളൊക്കെ പാപമാണ്. എത്രയെത്ര സ്ത്രീകളാണ് ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. സ്വന്തം ഭർത്താവിൻ്റെ വിശേഷങ്ങളും വിശുദ്ധിയും ആരോടും പറയാതെ അവരുടെ മാനം കാക്കാൻ വേണ്ടി എല്ലാം മനസ്സിലൊതുക്കി കഴിയുന്ന ഒരുപാട് സ്ത്രീകളുടെ കഥ നമുക്കറിയാം. നമ്മൾ ഇതൊന്നും വെളിവിൽ പറയാത്തത് കൊണ്ടാണ്. ചിലതൊക്കെ നിങ്ങളുടെയൊക്കെ മുന്നിൽ നമ്മൾ എത്തിച്ചിട്ടുമുണ്ട്. നമ്മൾ സഞ്ചരിച്ച വഴികളിലെ കല്ലും കരടും അത് വേർതിരിച്ചറിയാനാണ് ഇതുപോലുള്ള കഥകളൊക്കെ അവരുടെ പേരും ഊരും ഒന്നും പറയാതെ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇനി ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ പോയ വഴികളിലെ അവസ്ഥയെ നമുക്കറിയൂ. നമ്മൾ വീണ കുഴികളിൽ നിങ്ങൾ വീഴാതിരിക്കാൻ അവിടെ ഒരു കുഴിയുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ. മുനീറ എന്ന ആ ഒരു പാവം വീട്ടമ്മയായിരുന്നു ആ ഒരു വീട്ടിലെ ഏക ആശ്വാസം. ആ വീട്ടമ്മയാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത്. എന്താ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൻ്റെ വേദനയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ കടന്നു ചെല്ലുന്നത്. ലഹരിയിൽ അകപ്പെട്ട, വിവേകം നഷ്ടപ്പെട്ട ഭർത്താവ് അബ്ദുൽ ജബ്ബാർ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു മുനീറയുടെ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. എന്തിനായിരുന്നു ആ നെറുകെട്ടവൻ അങ്ങനെ ചെയ്തത്? അവനെയൊക്കെ തീറ്റിപ്പോറ്റുന്നതും പോരാണ്ട് അവന് ജീവിതം ആസ്വദിക്കാനും പണം കൊടുക്കണം. അവന് ലഹരി മരുന്ന് വാങ്ങിക്കാൻ പണത്തിന് ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിനാണ് സ്വന്തം ഭാര്യയുമായി തർക്കമുണ്ടായത്. ആ പെണ്ണിനെ വല്ലാതെ ഉപദ്രവിക്കുകയായിരുന്നു. അവസാനം തർക്കം മൂത്തപ്പോൾ ഒരു കൊടുവാള് കൊണ്ട് ആ പാവം സ്ത്രീയുടെ ജീവനെടുത്തു ആ കാലൻ. മയക്കുമരുന്നിന്റെ ആസക്തി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സ്വന്തം മകൻ പിതാവിന്റെ കണ്ണ് ചുഴന്നെടുത്തതിന് ശേഷം കൊലപ്പെടുത്തിയ കഥയാണ്. കഥയല്ല, നടന്ന സംഭവം. കുറച്ച് നാളുകളെയായുള്ളൂ. കഴിഞ്ഞ ദിവസം കൊടുവാള് കൊണ്ട് വെട്ടിയ മുനീറ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുകയായിരുന്നു ഇത്രയും ദിവസം. അവസാനം വേദനയില്ലാത്ത ആ ഒരു ലോകത്തേക്ക് പടച്ചറബ് വിളിച്ചിരിക്കുന്നു. ഇവിടെ അനാഥരായത് ഒന്നുമറിയാത്ത പാവം മക്കളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമറിയാത്ത മക്കളാണ് ഇതിൽ പെട്ടുപോകുന്നതെന്ന്. ആ പാവം മക്കൾ നമ്മുടെ ഇടയിൽ വന്ന് പെട്ടുപോകുന്നതാണ്. സ്വന്തം ചോരയും നീരും നൽകി വളർത്തേണ്ടവർ തന്നെ കാലനായി മാറുന്ന കാലഘട്ടത്താണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിച്ചു പോകുന്നത്. മക്കളെ നന്നായി ദീനി പഠിപ്പിക്കുക, കുടുംബത്തിൽ ദീനി അന്തരീക്ഷം വർദ്ധിപ്പിക്കുക. ഈ കുടുംബം ഇന്ന് വയ്യാതാരായില്ലേ? അങ്ങനെ എത്ര കുടുംബങ്ങളാണ് ഇതുപോലെ വയ്യാതാരായി പോയത്? സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു ഉമ്മ, ആ ഉമ്മയെയും കാത്തു നിൽക്കുന്ന 2 കുഞ്ഞു പിഞ്ചു മക്കൾ, അവരിനി ആരെയാണ് കാത്തു നിൽക്കേണ്ടത്? ആ ഒരു കുടുംബം നശിച്ചില്ലേ? പിതാവ് അങ്ങ് ജയിലിലേക്ക് പോയി, മാതാവാണെങ്കിൽ 6 അടി മണ്ണിലേക്കും. പാവം മക്കൾ, പടച്ചറബ് തന്നെ അവർക്ക് സംരക്ഷണം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും കുടുംബത്തെ ശ്രദ്ധിക്കുക.